സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ ബോട്ടിങ് സർവീസ് ഉണ്ട്. ദ്വീപ്, ചെറിയ ദ്വീപാണ്. നമുക്ക് അതിന്റെ അവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. 5 മണിവരെയുള്ള ടിക്കറ്റ്. ഇത് ബാക്കി ഷിജാസ് പറയുന്നതാണ്. ടിക്കറ്റ് നമുക്ക് ആ ഐലൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബോട്ടിന് വേണം പോകാനായിട്ട്. 5 മിനിറ്റ് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബോട്ടില്. ഇതാണ് സാമ്പ്രാണിക്കൊടിയിലേക്ക് സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള ബോട്ട് ബോട്ടിങ്. അപ്പൊ ഇതിൽ ആദ്യം ക്യൂവിൽ നിന്നിട്ട് ഈ ബോട്ടിൽ കയറാറ്. അവര് എല്ലാം ചെയ്തോളും. പിന്നെ ഞങ്ങള് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ദ്വീപിൽ എത്തിയിട്ടുണ്ട്. അത്രയും വെള്ളമുള്ളൂ ഇവിടെ ഈ ദ്വീപിൽ. ശ്വാസവും എങ്ങനെയുണ്ട് ഷാസെ? 150 കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? 150 എന്നാലും കുഴപ്പമില്ല. ഇല്ല രണ്ടില് പറ ഇല്ല തിരിച്ചു പോകുമ്പോ തിരിച്ചു പോകുമ്പോ മുതലായി അവിടെ നിങ്ങളുടെ ചുരത്തിലുള്ള പായല് പച്ചപ്പായ അല്ലെ? ചക്കരത്തി കൊണ്ട് ഇട്ടാ സെറ്റാണ് കേട്ടാ. അല്ലേ? അല്ല എനിക്ക് ബാങ്കിലോട്ടുണ്ട്. അത്രയും വെയിലൊക്കെ കൊണ്ട് ഇവിടുത്തിരിക്കുന്നു. കരി വലിച്ചിട്ട് നോക്കി പോണ നാളെ കക്ക നല്ല ഒറിജിനൽ കക്ക പൊളിച്ചു നോക്കി. പൊളിക്കണം കത്തിയോ വിളിക്കാൻ പറ്റും. കിട്ടിയോ? ഒരു കൊക്ക് കിട്ടണം. അത് കക്കയല്ലോ കൊക്ക്. അപ്പൊ ഞങ്ങളെ 3 ദിവസത്തെ ട്രിപ്പാണ്. പ്രതീക്ഷിക്കാണ്ട് തന്നൊരു ട്രിപ്പായിരുന്നു.
ശരിക്കും എൻജോയ് ചെയ്തിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ പോലും ഇല്ലാണ്ടാണ് ഞങ്ങൾ ആദ്യം പോലത്തെ ധനുഷ്കോടിയിലാണ് പോയത്. അതിപ്പോ എത്തി നിക്കണത് ഇപ്പൊ കൊല്ലം സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ബീച്ചിലാണ്. പക്ഷെ തിരിക്കനാണ് നേരെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള സെക്ഷൻ വേറെ ഉണ്ട്. അങ്ങോട്ടൊന്നും കാണിക്കുമോ? പിന്നെ ഇതിന്റെ അകത്തെന്ന് പറയുന്നത് നമുക്ക് കക്ക വാരി കൊണ്ടുപോകുന്ന കക്ക വാരി കൊണ്ടുപോവാം. നമ്മൾ തെരഞ്ഞെടുത്തെടുക്കണമെന്നുള്ളൂ കക്ക. വേറെ മീനൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പൊ നമ്മളെ അടുത്ത യാത്രയിൽ നമ്മളെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ബെല്ലൈക്കൺ നോക്കിയേക്ക്.